മാനത്തുനെങ്ങാനും വന്നതാണോ? മാനത്തിന്ന് വരാൻ വേണ്ടിട്ട് നീ എന്താടി ആലിപ്പഴോ? ഇത് എനിക്കറിയാൻ പറ്റാത്തോണ്ട് ചോദിക്കുക. 10 മാസം ചുമന്ന് പ്രസവിച്ച തള്ളേ അവക്ക് സംശയം. എങ്ങനെ സംശയിക്കാതിരിക്കും? ഈ ഒരു തറവാട്ടില് വറുത്ത മീൻ പൊരിച്ചു വെച്ച തലയും വാലും എനിക്ക്, നടുക്കഷ്ണം എന്റെ നേരാങ്ങളക്ക്. എങ്ങനെ നമ്മൾ സംശയിക്കാതിരിക്കും? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. പത്തനാപുരത്തെങ്ങാണ്ട് ഒരു ഗാന്ധി ഭവൻ ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്. കൊണ്ടുവന്നാക്കിക്കളെ ഞാൻ കേട്ടോ. ഞാൻ പുത്തൂരം വീട്ടിൽ ഉണ്ണിയാർച്ച 18 കളരിക്ക് ആശാനും ഏതൊരു പെണ്ണിന്റെയും മനം മയക്കുന്ന മെയ്യഴകുള്ള ആരോമൽ ചേകവരുടെ ഏക സഹോദരി പുത്തൂരം പുത്രി ഉണ്ണിയാർച്ച. 18 അടവുകളും പയറ്റി പഠിച്ചവളാണ് ഞാൻ. 19ാമത്തെ അടവിലായി ഇപ്പൊ നിൽക്കുന്നേ. അപ്പൊ നമ്മള് പെണ്ണുങ്ങളല്ലയോ? 19 അല്ല 25 ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ എടുക്കും, അങ്ങനല്ലയോ? അത്താഴ പ്രശ്നക്കാരുണ്ടോ? അത്താഴ പ്രശ്നക്കാരുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ എന്തിനാ അവിടെ കിടന്ന് കറങ്ങുന്നതേ? മഴയൊക്കെ വരുന്നുണ്ട്, പെട്ടെന്ന് വീട്ടിൽ പോകാൻ നോക്ക്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയുവോ? ഇന്നെന്റെ പിറന്നാളാ. ഇന്ന് എന്നെ കാണാൻ വേണ്ടിയിട്ട് ചന്തു ചേകവര് പുഴ നീന്തി കടന്ന് ഇന്നിവിടെ എത്തുന്നുണ്ട്. എന്നെ കാണാൻ വേണ്ടി മാത്രം വരുന്നതാ. കാത്തുകാത്തങ്ങ് ഇരിക്കുവാ ഞാൻ. ശൈശവത്തിൽ എന്നെ വിവാഹം കഴിച്ചതാ. പക്ഷെ അന്ന് എനിക്ക് ഇഷ്ടമേ അല്ലായിരുന്നു, കാണാൻ ഒരു മെനയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഒന്ന് കാണണം. അയ്യോ, ചുണങ്ങിന്റെ തിരക്കിന്റെ കാര്യം പറഞ്ഞായിരുന്നു നീ. ഈ ചുണങ്ങും തിരക്കൊക്കെ ഓയിലിന് പറ്റിട്ട് ഞാൻ മാറ്റി. ഇനി ചുണങ്ങെന്ന് പറഞ്ഞാൽ ഞാൻ പിണങ്ങും പറഞ്ഞേക്കാം. ഈ പിണങ്ങാൻ പറ്റിയ ഒരാള്, അതെ, നിങ്ങൾ ഇങ്ങനത്തെ കഴിവുള്ള ആളാണെന്ന് വെള്ളരി കണ്ടെത്തി കോലം കൊണ്ട് വെച്ചേക്കുന്ന പോലെ ഉണ്ട് നിങ്ങളെ കണ്ടു കഴിഞ്ഞ. ആദ്യം നിനക്ക് സെൻസ് വേണം, സെൻസിറ്റീവ് വേണം, സെൻസിറ്റിവിറ്റി വേണം, സെൻസർ ബോർഡ് വേണം. ഓ പറഞ്ഞു കാട് കയറി വാക്കും തെറ്റിയായിരുന്നു. പടം കയറി 3 പടം ഉണ്ടായില്ലേ? ഒരു മിനിറ്റ്. 1 2 3. നീ എന്താണ് പേടിച്ച് നോക്കുന്നത്? പേടിച്ചിട്ടല്ല, നേരാങ്ങളെ ഉറങ്ങിയോ എന്തോ. നല്ല മഴ എടുത്ത് അകത്തിട്. എന്തോന്ന് നേരിയത് ഉണങ്ങിയോന്നല്ലേ? നേരാങ്ങളെ ഉറങ്ങിയോ എന്തോ. നേരാങ്ങളാ നാക്കടുത്ത നുണ മാത്രം പറയണം. അവന്റെ പേര് നേരാങ്ങളാ. ഇനി അവനെ നേരാങ്ങളെ എന്നല്ലേ വിളിക്കാനുള്ളത്, തെറ്റാങ്ങളെ എന്ന് വിളിക്കണം. എന്റെ ആങ്ങളെ പറ്റി അനാവശ്യം പറയരുത്. 18 കളരിക്ക് ആശാനായ എന്റെ ആങ്ങള കൃത്യനിഷ്ഠയോട് കൂടി ജീവിക്കുന്ന ഒരു വ്യക്തിയാ. രാവിലെ ആയാൽ തന്നെ 2.5 മണിക്കൂർ ഉറുമി. എന്റെ ദൈവമേ, 2.5 മണിക്കൂറൊക്കെ ഉറുമി പയറ്റി കഴിഞ്ഞാ ഇവ തളർന്ന് വീഴൂലേ? എങ്ങനെ തളരാനാ? ഉറുമി സിനിമയും കണ്ടോണ്ട് പഴകഞ്ഞി അടിച്ചോണ്ടിരിക്കും, തളരത്തില്ല. അപ്പൊ ഉച്ചയ്ക്ക് ചക്ക കൂട്ടാനും കൊണ്ട് അവന് അംഗമായിരിക്കും. ആർച്ചേ, നിനക്കറിയാലോ, ഇന്ന് കുഞ്ഞുനാളിൽ കല്യാണം കഴിച്ച ആളാണ് ഞാൻ. അതെ, കുഞ്ഞുനാളിൽ മുട്ടായി തിന്നുമ്പോ നമുക്ക് അറിയത്തില്ലല്ലോ വലുതാകുമ്പോ പുഴുപ്പല്ല് വരുമെന്ന്. അല്ല, എനിക്കൊരു സംശയമുണ്ട്. ഈ കുഞ്ഞായിട്ട് എന്താ ബന്ധം? കുഞ്ഞി പെണ്ണ്, നിങ്ങളുടെ മുറപ്പെണ്ണുമായിട്ട് നിങ്ങൾക്ക് എന്താ ബന്ധമെന്ന്? കഴിഞ്ഞ ദിവസം റേഷൻ കട ഞാനും അവളും കൂടെ വന്ന് ക്യൂ നിന്നപ്പം അവളെ മാത്രം വിളിച്ചോണ്ട് പോയി 5 കിലോ അരിയും 1 കിലോ വെളിച്ചെണ്ണ നിങ്ങൾ എടുത്തു കൊടുക്കുന്ന ഞാൻ കണ്ടു. എന്ത് പറയൂ? സംശയമാണല്ലേ? നീ അടക്കമുള്ള പെൺമർക്കം കാണാത്തത് കാണും, കേൾക്കാത്തത് കേൾക്കും, കൊഞ്ചിക്കൊണ്ട് ശപിക്കും, മറത്തുകൊണ്ട് മറക്കും. അറക്കും. എന്റെ ആങ്ങളെ ഇപ്പൊ ഇങ്ങോട്ട് ഇറങ്ങി വന്നാൽ നിങ്ങളെ വിട്ടിട്ട് അറക്കും, അറിയാവോ? എന്നാലും ഞാൻ ചന്തുവിനോട് മിണ്ടത്തില്ല. എന്റെ പിറന്നാളായിട്ട് എനിക്കൊരു സമ്മാനം പോലും കൊണ്ട് തന്നില്ലല്ലോ. ആർച്ചേ, സമ്മാനം 2 ദിവസം മുമ്പേ ഞാൻ ദൂതന്റെ കൊടുത്തു വിട്ടായിരുന്നല്ലോ. എനിക്ക് കിട്ടിയില്ല. എങ്ങനെ കിട്ടും? ഞാൻ അവനോട് പറഞ്ഞു ആർച്ച മുറ്റത്ത് കാണും കൊണ്ട് കൊടുക്കാൻ. ഇവൻ തിരിച്ചു വന്നിട്ട് പറയുവാണ് ആർച്ചുള്ള ഒരു മുറ്റം അവൻ കണ്ടിട്ടില്ല. സമ്മാനം കിട്ടുമോ? ചന്തു, ചന്തു എന്നെ ചതിക്കുവോ? ചന്തു ഒരിക്കലും ആർച്ചി ചതിക്കില്ല. ഇത് ചന്തുവിന്റെ വാക്കാണ്. വാക്കല്ല, കോപ്പാണ്. പരിപാടി ഇളന്തരം മഠത്തിലെ ചന്തച്ചേവൻ എന്താ ഈ തറവാട്ടിൽ കാര്യം? ഫുഡ് വല്ല ഓർഡർ ചെയ്തായിരുന്നോ? ഇല്ല. ഓർഡർ ചെയ്യുമെന്ന് പറയാമെന്ന്. എനിക്ക് ഡെലിവറി എടുക്കാൻ പോണം. എടാ ഡെലിവറി മോനെ, അവിടെ നിന്നേ. എന്തിനാണ് ഇവിടെ വന്നതെന്ന് എനിക്ക്
മനസ്സിലായി. എന്ത്? നീ ഈ പുത്തൂരം തറവാട്ടില് നിന്റെ തല കിടന്ന് വിരളും. മനസ്സിലായോടാ തോൽവി? ആരോമലക്ക് ഉറക്കമൊന്നും ഇല്ലേ? എങ്ങനെ ഉറങ്ങും? കട്ടിലച്ചെന്നിരിക്കും, ഗിയർ മാറും, ഞണിറ്റ് പോകും. പിന്നെ എങ്ങനെ ഉറങ്ങാനാണ്? നീ പറ, സത്യം പറഞ്ഞിട്ട് നിന്നെ ഞാൻ ഇവിടെ നിന്ന് വിടത്തുള്ളൂ. സത്യം ഞാൻ പറയാം. പറ. അതായത് ഞാനേ എന്റെ ഈ ചതിയൻ ചന്ത് എന്നുള്ള പേരുണ്ടല്ലോ, ആ. അതെങ്ങനെയെങ്കിലും ഗസറ്റ് എടുത്ത് പേര് മാറ്റണം. ഗസറ്റ് ഓഫീസല്ലേ ഇവിടെ നടത്തുന്നത്? പുത്തൂരം തറവാടാണ്. അത് ഞാൻ നീ എന്ത് പേരാണ് മാറ്റുന്നത്? അതായത് ഈ ചന്തു എന്നുള്ള പേരുണ്ടല്ലോ, അതൊരു വള്ളി കൂടെ ഞങ്ങൾ ചേർക്കും. വൃത്തിയായിട്ട് അങ്ങനെ വിളിക്കും. അയ്യോ, ഞാൻ ഉദ്ദേശിച്ച ചിന്തു എന്നാണ്. ആ ചീര ഇപ്പുറത്താണ് വള്ളി. ഞാൻ തെറ്റിദ്ധരിച്ചു. അത് നിന്റെ ചിന്താഗതിയുടെ കുഴപ്പമാണ്. മിക്കവാറും നിന്റെ ചോര ഇന്നിവിടെ ചിന്തുമോനെ. നീ സത്യം പറഞ്ഞിട്ട് പോയാ മതി. അതായത് കേട്ടോ വളിയാ. വേട്ടാവളിയൻ നിന്റെ കൊച്ചച്ഛന്റെ ചേട്ടൻ. കൊച്ചച്ഛന്റെ ചേട്ടൻ എന്ന് പറഞ്ഞാൽ എന്റെ അച്ഛനല്ലേ? ഞാൻ ഇങ്ങനെ ചുറ്റിക്കെട്ടിയേ പറയത്തുള്ളൂ. നീ ഗ്രൂം ചെയ്തങ്ങ് എടുത്തോളാം. എന്നാ അളിയൻ പറ, എന്താ കാര്യം? സത്യം പറയാം, നിങ്ങൾ ഈ വീട് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നില്ല. ഈ വീടിന്റെ ചുറ്റാകെ കാടാണ്, കാട്. അതിലൊരു കഥയുണ്ട് മോനെ. കഥ? അതായത് ഞങ്ങളിലെ ഞാൻ വിവാഹം കഴിക്കുമ്പോ അർദ്ധരാത്രി നമ്മളൊരു ഡീൽ ഉണ്ടാക്കി. അതായത് നമ്മൾ തമ്മിൽ പിണങ്ങുമ്പോ പുത്തൂരം തറവാട്ടിൽ ഒരു മരം വെക്കും. 8 വർഷം കൊണ്ട് ഇവിടെ കാടായി. ആമസോൺ കാട് കണക്കായി. അതെ, ഡെയിലി വഴക്കാണല്ലേ? അതെ അതെ അതെ. എത്ര മക്കള്? 5 മക്കള്. നിന്റെ ഇടയിൽ അതെങ്ങനെ? കാടല്ലേ, ആരെ പേടിക്കാനാ? മച്ചനല്ല, നിന്റെ മാമന്റെ മച്ചമ്പി. അത് എന്റെ അച്ഛനല്ലേ? നേരത്തെ പറഞ്ഞില്ല, ഞാൻ വളഞ്ഞു വിറ്റേ പറയുള്ളൂ. നീ അങ്ങ് എടുത്തോ. എന്റെ മച്ചൻ. അതായത് ഞാൻ ശരിക്കും വന്നത് എന്തിനാണെന്ന് വെച്ചാൽ, എന്റെ ഗുരു അരിങ്ങോടനെ അറിയാലോ? ഇറങ്ങിയോടനെ അറിയാം. അതുകൊണ്ടല്ലേ നിന്നെ പിടിച്ച് ശിഷ്യനാക്കിയത്. അതല്ല, എന്റെ ഗുരു അരിങ്ങോടർ താങ്കളുമായി അംഗത്തിന് കുറിക്കാമെന്നുള്ള മെസ്സേജ് കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അതൊരു ഓല കൊടുത്തു വിട്ടാ പോരായിരുന്നോ? ഓല കൊടുത്തു വിട്ടായിരുന്നല്ലോ. ആരെയല്ലേ? പച്ചാളം സാനുവിന്റെ. പച്ചാളം സാനുവിനെ കുറിച്ച് നീ പറയണ്ട. ഈ പച്ചാളം സാനു ഒരു ഓല കൊണ്ട് പുത്തൂര് തറവാട്ടി കൊടുക്കാൻ പറഞ്ഞപ്പോ അവൻ പുത്തൂരുള്ള ഒരു തറവാട്ടി കൊണ്ട് കൊടുത്തിരിക്കുക. ഒരു വീട്ടില് അവിടെ പിടിച്ച് കെട്ടിയിട്ടിരിക്കുക. രാത്രി 12 മണിക്ക്. ആശാനും കൊള്ളാം, ശിഷ്യനും കൊള്ളാം. നല്ല പച്ചാളം സാനു. എന്റെ ഗുരുവിനെ കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാത്തോണ്ടാണ്. ഈ പറ, എന്താ നിന്റെ ഗുരു? എന്റെ ഗുരു എന്ന് പറഞ്ഞാൽ 18 കളരി ക്യാശാനാണ്. അപ്പോ ഡോൺ ബ്രിട്ടസ്. ഞാൻ കളരി എന്നാണ് പറഞ്ഞത്, അല്ല കൈരളി എന്നല്ല. അപ്പൊ സത്യത്തിൽ ആരാ നിന്റെ ഗുരു? എന്റെ ഗുരു എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റിനെ നിയന്ത്രിക്കും. അപ്പൊ റെഗുലേറ്റർ. ഒഴുകി വരുന്ന കുത്തി ഒലിച്ചു വരുന്ന വെള്ളച്ചാട്ടത്തിനെ തടഞ്ഞു നിർത്തും. അപ്പൊ ഡാമിന്റെ ഷട്ടർ. നിന്റെ അടുത്ത് ഒരു കാര്യവും പറയാൻ പറ്റില്ല. സത്യത്തിൽ നിന്റെ ഗുരു ആരാ? നിനക്ക് നീ വാളെടുക്കട. ഇന്ന് നിന്നെ അറിയാല്. നീ വാടാ. എന്താ വാളിന്റെ നീളം കുറഞ്ഞ? ബഡ്ജറ്റ് കുറവാണെന്ന് കുട്ടച്ചൻ തമ്പുരാൻ പറഞ്ഞു. അതുകൊണ്ട് ആളിനെ നീളം എന്റെ കഴുത്തറുത്ത് ഞാൻ ചോര ഒലിപ്പിച്ചു. ഇത് നീ കഴിച്ചോ? ഇത് വൈദ്യം എനിക്ക് നല്ലതാ. കൃമിയടിക്ക് ബെസ്റ്റാ. എടാ, നിന്നെ കൊണ്ട് ഞാൻ പാണനാരെ കൊണ്ട് നിന്നെ കുറിച്ച് മോശം പഠിക്കണം. ആണെങ്കിൽ നീ ഉണ്ടെന്ന് കേസ് നടക്കത്തില്ല. പാണനാര് ഗ്രൂമിങ്ങിന് പോയി. പാണാവള്ളി ചേവന്റെ അംഗത്തിന് നിന്നെ പോകത്തുള്ളടാ. നീ വാടാ, ചുണ ഉണ്ടെങ്കിൽ എന്താ നെറ്റിയിലൊരു പാട്? അത് ഞാൻ വള്ളുവനാടുള്ള ഒരു കളരിയിൽ പോയി അംഗത്തിന് ക്ഷണിച്ചതാ. അവിടെ രക്ഷണം മിണ്ടിയില്ല. കളരിയിൽ ഓല ഇട്ടിട്ട് പറഞ്ഞു താലി ഓലാന്ന്. വേറെ ഒന്നും ഓർമ്മയില്ല. അതാണ് സംഭവം. അത്രേ ഉള്ളൂ. ഇന്ന് ഞാൻ പുകയ്ക്കും. നിന്നെ ഇവിടുന്ന് കെട്ടിക്കൂടാ. എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ ചന്തു ഒരു ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. ഒരു കുതിരയുടെ കുമ്പളങ്ങയടിയല്ലേ കേട്ടത്? ഓ, പാതിരാത്രി ട്യൂഷൻ എടുക്കാൻ വന്നതായി മാഷി. രാത്രി ഇത്രയൊക്കെ വരത്തുള്ളൂ. അടങ്ങടാ നീ. അർച്ചേ, എന്താ പെങ്ങളെ അവിടെ ഒരു ശബ്ദം? തുളുനാട് ദേശത്തുനിന്ന് ഒരു ഓല വന്നിരിക്കണു. തീർന്നടാ നീ, ഇനി അംഗമാണ്. ഇനി നിന്റെ തല ഇവിടെ കിടന്ന് ഉരുളും. കൊണ്ടുപോവാ ഓല. അയക്കട്ടെ. ഇതെന്താ സംഭവം? തുളുനാട് ദേശത്തിൽ അമ്മാവൻ പറഞ്ഞിരിക്കണു ഗ്യാസ് തീർന്നിരിക്കല്ലേ, ഓലച്ചൂട്ട് വെച്ച് കത്തിച്ച് കഞ്ഞി ഉണ്ടായിക്കോളാം. ഈ അമ്മാവനെ ഞാൻ ഈ ചൂട്ടിട്ട് കത്തിക്കും മിക്കവാറും. ഞാൻ പോട്ടെ. നീ ഒന്ന് നൈസറ്റ് മുങ്ങുള്ള പരിപാടി എനിക്ക് മനസ്സിലായി. നേർവങ്ങളെ
പെങ്ങളെ വിളിച്ചിട്ടാണോ ഈ തോൽവി വന്നത്? എന്റെ കളരി പരമ്പര ദൈവങ്ങളെ, ഞാൻ അങ്ങനെ ചെയ്യുമോ എന്റെ നേരാങ്ങളെ? അങ്ങനെ ഒരു സംഭവം ഇല്ല. ഇല്ല. അപ്പൊ നീ പെങ്ങൾ എന്റെ പെങ്ങൾ തന്നെ. കൊടല പ്ലസ് ഓറഞ്ച് സത്യം. പിന്നെ നിനക്ക് പച്ച പറയാമെങ്കിൽ എനിക്ക് ഓറഞ്ചും പറയാം. നീ ദ്രോഹി, ഒടുവിൽ നീ എന്നെ തോൽപ്പിച്ചല്ലേ? നീ പറയട തോൽവി എന്താ നിനക്ക് പറയാ? ഞാൻ പറയും. പണ്ട് സെൻസസ് എടുക്കാൻ വന്ന ആശാ വർക്കറിന്റെ കൂടെ ഇറങ്ങിപ്പോയി എന്റെ അച്ഛൻ എന്നെ തോൽപ്പിച്ചു. ഐസ്ക്രീമിൽ ചെറുകി നോക്കാതെ ഐസ്ക്രീം പാർലർകാരനെ തോൽപ്പിച്ചു. സത്യം. ജനനായകരേഷ് അഭിനയിക്കില്ലെന്ന് പറഞ്ഞ് എന്റെ വിജയൻ എന്നെ തോൽപ്പിച്ചു. പരമാർത്ഥം. തോൽവി ഏറ്റുവാങ്ങാൻ ചന്ദുവിന്റെ ജീവിതം ഇനിയും ബാക്കി. മടുത്തു മടുത്തു മടുത്തു. മടക്കുവേടാ ലോക തോൽവി. എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോ. എന്റെ പെങ്ങള് നിന്നെ തല്ലി പറഞ്ഞില്ലേ, വീണ്ടും കൊടര പ്ലസ്. തുണയുണ്ടെങ്കിൽ അംഗത്തിന് പാടാ, അംഗത്തിന് പാടാ. വെട്ടിപ്പൂളും ഞാൻ. അങ്ങനെ വേണ്ട, വേണ്ട ആങ്ങളെ. ചോരപ്പുഴ ഇന്ന് ഇവിടെ ഞാൻ ഒഴുക്കും. തർക്കം വേണ്ട ആങ്ങളെ. നിന്റെ അയ്യോ, തർക്കം വേണ്ട. എന്റെ ദൈവമേ, കുഞ്ഞനാള് തൊട്ട് തുടങ്ങിയ ഒരു തർക്കമായത്. കുളിക്കടവിൽ ചെന്ന ആദ്യം കുളിക്കാനുള്ള തർക്കം, ഊണ് കഴിക്കാനാണെങ്കിൽ അവിടെ ആദ്യം ഉണ്ണാനുള്ള തർക്കം. ഈ തർക്കം ഇവിടെ നിർത്തുവോ? രണ്ടുപേരെ കൂടെ കണ്ടു കഴിഞ്ഞാൽ കീരിയും പാമ്പും പോലെ ഇരിക്കുന്നത്. ഒന്ന് തർക്കം ഒന്ന് നിർത്തി തരൂ. നേരങ്ങളെ അടുത്ത് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നേരങ്ങളെ എന്നോട് ക്ഷമിക്കണം. ഞാൻ പറഞ്ഞിട്ട് ചന്തുചേകവർ എന്നെ കാണാൻ വന്നത്. എനിക്കറിയാം. അതെ, കുഞ്ഞിരാമേട്ടൻ എന്നെ വിട്ടിട്ട് പോയിട്ട് കുറെ വർഷങ്ങളായില്ലേ. ഞാനും സിംഗിള്, ചേകവരും സിംഗിള്. ഞങ്ങളെ ഒന്ന് മിങ്കിളാക്കി തരൂ. ഇത് മംഗളത്തിലേ നടക്കുള്ളെന്ന് എനിക്കറിയാമായിരുന്നു. ഒരു കാര്യം ചെയ്, അങ്ങനെ തന്നെ നടക്കട്ടെ. നിങ്ങളെ വായിന്നത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും നേരം ഞാൻ പ്ലസ് അടിച്ചത്. നമ്മുടെ കല്യാണം നടക്കത്തില്ല. നടക്കത്തില്ലേ? നമ്മൾ തമ്മിൽ കല്യാണം കഴിച്ച പിന്നെ നിങ്ങൾ എങ്ങനെയാണ് കല്യാണം? ഇവൻ ലോക തോൽവിയാണെന്ന് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ചന്തു, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്ത് പണനാർ പാടി നീ ചതിയൻ ചന്തു ആണെന്ന്. കളർ വന്നപ്പോ പണനാർ പാടി നീ അല്പസ്വല്പം നല്ല ചന്തു ആണെന്ന്. ഇപ്പൊ ഈ 4K യുഗത്തിൽ പണനാർ പാടും നീ പെണ്ണുപിടിയൻ ചന്തുവാണ്. അല്ല, പെണ്ണിനെ കെട്ടി ജീവിക്കാൻ പോകുന്ന ചന്തുവാണ്. ഇനിയൊരു യുഗം വരുന്നത് വരെ ചന്തു പാണനാർക്ക് സ്വന്തം. ഒരു അപ്ലാസ്.